ഹലോ. അങ്ങനെ സൺഡേ രാവിലെയാണ് കേട്ടോ. രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു തണുത്ത അന്തരീക്ഷമാണ്, നല്ല മഴയും തണുപ്പും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ അതിന് ശേഷം കുളിച്ച് റെഡിയായിട്ട് നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ പോകുന്നു കേട്ടോ. കരവാളും അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. അപ്പം ഇത് നേരത്തെ എടുത്ത് വെച്ച ക്ലിപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഫസ്റ്റ് അവിടെ ചെന്ന ടൈമിൽ അത് എടുക്കാൻ പറ്റാണ്ടായി പോയി. പിന്നെ രണ്ട് അമ്പലത്തിൻ്റെയും ഫോട്ടോ എടുത്തുകൊണ്ട് എനിക്കിത് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാനതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ മീനൊക്കെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതിന് ശേഷം പ്രാവുണ്ട് കേട്ടോ. ഒരുപാട് പ്രാവുകളുണ്ടായിരുന്നു ഈ പ്രാവശ്യം. പക്ഷെ ഇത്രയും പ്രാവുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ഇടയ്ക്ക് പോയപ്പം വലിയ പ്രാവിൻ്റെ ആ ഒരു കൂട്ടവും ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം ദേ ഒരുപാട് പ്രാവുകൾ തീറ്റ ഇട്ട് കൊടുത്തപ്പോൾ വന്ന് പിന്നെ എൻ്റെ കയ്യിൽ നിന്നും കഴിച്ചേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ കയ്യിൽ തീറ്റ വെച്ച് കൊടുത്തപ്പം ഒരു വെള്ള പ്രാവുണ്ടായിരുന്നു എൻ്റെ നേരത്തെ വീഡിയോയിൽ. അപ്പം അതിനെ ഇപ്പോൾ കാണുന്നില്ല, അതെവിടെയാണോ എന്തോ. പിന്നെ ഈ പ്രാവുകളെല്ലാം വന്ന് എൻ്റെ കയ്യിൽ വന്ന് തീറ്റ ഒക്കെ കൊത്തി തിന്നാട്ടോ. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കിടന്ന് അതുവഴിയൊക്കെ ഓടുന്നുണ്ട്. ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചാറിയെങ്കിലും വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. നമുക്ക് തൊഴുതിറങ്ങാനും അങ്ങനെയൊക്കെ പറ്റി. ഇനി ഈ ഒരു ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് നമ്മുടെ പുന്നല അമ്മുമ്മക്കാവെന്ന് പറയും, അപ്പം അവിടേക്ക് പോവാൻ. ദേ കണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ള് കടലകളും കഴിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തോ അവർ ഓടി, പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നതുകൊണ്ടായിരിക്കും പേടിച്ചിട്ട് അവർ കയറി ഓടുവാണ് കേട്ടോ. പിന്നെ ആ ചിറയുടെ ഭാഗത്തൊക്കെ വന്ന് ഒരുപാട് നിൽക്കുകയായിരുന്നു. പിന്നെ ഈ തറയൊക്കെ നനഞ്ഞ് കിടക്കുമല്ലേ, അതുകൊണ്ട് നടക്കാനൊക്കെ വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. കാലിൽ കിടക്കുന്ന ഹൈ ഹീൽഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മഴയത്ത് നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ ഒരു കാല് നനഞ്ഞിരിക്കുമ്പം നമ്മൾ പുറത്തിറങ്ങി തൊഴുകുമ്പം എന്തായാലും ചെരുപ്പ് ഊരിയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ തൊഴുതിട്ട് പിന്നെ ആ ഒരു നനവോട് കൂടി ചെരുപ്പിടുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടക്കാനൊക്കെ. അതുകൊണ്ട് എന്തോ ഒരു ഇതായിരുന്നു കേട്ടോ നടന്ന ടൈമിലൊക്കെ. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ പുന്നല അമ്പലത്തിലോട്ട് പോവുകയാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പൻ കാവാണ് കേട്ടോ. അവിടെ കഴിക്കാനൊക്കെ കഞ്ഞിയും കറിയും ഒക്കെ ഉണ്ട്, പിന്നെ പായസമൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളിത് അമ്മൂമ്മ കാവിൻ്റെ അവിടെ എത്തി. ഫുള്ളൊരു റബ്ബറിൻ്റെ ഒരു തോട്ടമാണ് കേട്ടോ. ആ തോട്ടത്തിൻ്റെ അങ്ങോട്ടാണ് ഇതിൻ്റെ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു ഏരിയ. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവർ കയറി ഓടുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ അമ്മുമ്മക്കാവിലെ ആ ഒരു അമ്മുമ്മ കൊട്ടാരം എന്ന് പറയും, പിന്നെ അമ്മുമ്മക്കാവെന്നും പറയും, പല രീതിക്ക് പറയുന്നവരുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആ ഒരു നേർച്ചയും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മുറം ഉണ്ടല്ലോ, മുറത്തിൽ എന്താ വെറ്റിലയും അടയ്ക്കയൊക്കെ വെച്ചിട്ട് നമ്മൾ നേർച്ച പറയും കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എന്തോ ഒരു മഴ, വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഈ മഴയത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചു കേട്ടോ. വയറ് നിറച്ചും കഞ്ഞിയൊക്കെ കുടിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ദേ ഇപ്പോൾ ഈ ഒരു വെള്ളപ്പൊക്കം ആ ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ, മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കലങ്ങി കിടക്കുന്നത്. കുറച്ച് തെളിഞ്ഞ വെള്ളമായിരുന്നു നമ്മൾ മുമ്പ് വന്ന സമയത്ത്, ഇപ്പം കുറച്ച് കലങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു പൈപ്പും ഉണ്ട്, നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ഇവിടെയാണ് കേട്ടോ. പിന്നെ പായസമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സുഖമായിട്ട് വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.